ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ്. എന്നും പറയുന്നതിന്റെ ബാലൻസ് കഥയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ കഥയിൽ നമ്മുടെ അലീന കൊട്ടാരം മറ്റത്തിൽ, അതായത് പുനലൂർക്ക് എത്തിയിട്ടുണ്ട്. ഷെറിനെ കാണാനും അതുപോലെ തന്നെ അലീനയുടെ ബന്ധുമിത്രാദികളെ കാണാനൊക്കെ ആയിട്ടാണ് അലീന അവിടെ ചെന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അലീനയ്ക്ക് നേരിടേണ്ടി വന്ന കുറെ അവസ്ഥകൾ, അല്ലെങ്കിൽ കുറെ ദുരിതങ്ങള്, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാവരും നമ്മുടെ അലീനയെ നോക്കി കാണുന്നത് അവിഹിതത്തിൽ ഉണ്ടായ ഏതോ ഒരു പെങ്കൊച്ച് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. അതുപോലെ നമ്മുടെ സ്റ്റാൻലിയുടെ, അതായത് ലാലിച്ചന്റെ സ്വത്തൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി ഏതോ ഒരു പെങ്കൊച്ച് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അലീനയെ എല്ലാവരും കാണുന്നത്. പക്ഷെ അവിടെ ഉള്ളവർക്ക് നമ്മുടെ അലീനയുടെ നല്ല മനസ്സ് അറിയില്ലല്ലോ. പക്ഷെ അവിടെ ഉള്ളവരും നമ്മുടെ അലീനയുടെ നല്ല മനസ്സ് അറിയാൻ പോവാണേ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊട്ടാരമറ്റത്തിലെ വീടിന്റെ കിച്ചണൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് അറപ്പായി പോയിട്ടോ. അതുപോലെ വൃത്തിയും മെനയും ഇല്ലാതെ കിടക്കാണ്. വലിച്ചു വാരി പിറക്കി ഇട്ടേക്കാണ്. മുഴുവനും അലങ്കോലമായിട്ട് കിടക്കുന്നു. അപ്പൊ നമ്മുടെ അലീന ആദ്യം തന്നെ ചെയ്തത് അവിടുത്തെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി. എല്ലാരും കിടന്നുറങ്ങിയതിന് ശേഷമാട്ടോ അടുക്കളയിൽ കയറിയത്. ഇല്ലെങ്കിൽ ആരും കയറാനായിട്ട് സമ്മതിക്കില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആൻസി, റോബർട്ടിന്റെ ഭാര്യ, ഏറ്റവും ഇളയ പുത്രനാണ് റോബർട്ടിന്റെ ഭാര്യയാണ് ഈ ആൻസി. അപ്പൊ ആൻസി സമ്മതിക്കത്തില്ല അടുക്കളയിൽ കയറാന്. ആൻസിയുടെ അമ്മയും ആ വീട്ടിൽ തന്നെയാട്ടോ താമസിക്കുന്നത്, ആൻസിയുടെ സ്വന്തം അമ്മ. അപ്പം ഇവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് റോബർട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. റോബർട്ടിന് അതിശയമായി പോയിട്ട്. അതായത് റോബർട്ടിന് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ നമ്മുടെ അലീനയോട് വന്നു തുടങ്ങി. റോബർട്ടിനെ കൊണ്ടും നമ്മുടെ അലീന അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവിടെ ഇരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അലീനയ്ക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി തരാൻ പറഞ്ഞു. റോബർട്ട് ചെന്നു. അതൊക്കെ മാറ്റിയൊക്കെ കൊടുത്തിട്ട് റോബർട്ട് പോവുകയും ചെയ്തു. ഏതായാലും റോബർട്ടിന് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഒക്കെ വന്നു കേട്ടോ അലീനയോടെ. അങ്ങനെ ഏതായാലും നേരം പരപരാ വെളുത്തു കഴിഞ്ഞ് കിച്ചണിലേക്ക് നമ്മുടെ ആലീസ് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ അലീന നല്ല ചൂട് ചായയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. നമ്മുടെ ആൻസിയുടെ പകുതി പണിയും ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആൻസിയുടെ അമ്മച്ചിയാണ് ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നത്. അപ്പം ചായയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല വീടിനാകപ്പാടെ ഒരു മാറ്റം, വീട് ഫുള്ള് മാറ്റം. വീടിനൊരു വൃത്തിയും മെനയും, അതുപോലെ കിച്ചണൊക്കെ അടുക്കും ചിട്ടയിലും ഒക്കെ കഴുകി പിറക്കി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ വെളുപ്പിനെ കയറുന്ന ഉടനെ തന്നെ എച്ചില് കൈയിട്ടോണ്ടാണ് നമ്മുടെ ആൻസി അവിടെ പണി ചെയ്യുന്നത്. അപ്പൊ ആകെ മൊത്തത്തിൽ ഒരു മാറ്റം. അങ്ങനെ ചായയുമായിട്ട് നമ്മുടെ അലീന എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആൻസി ഓർക്കുന്നത് ഈ ഒരു കൊട്ടാരമറ്റത്തിലെ വീട് കൈകടത്താനായിരിക്കും, അല്ലെങ്കിൽ കിച്ചണിൽ കയറി കിച്ചണിന്റെ അവകാശം കൈകടത്താൻ വേണ്ടിയുള്ളൊരു പ്ലാൻ ആയിരിക്കും, പദ്ധതി ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്, എന്നൊക്കെയാണ് നമ്മുടെ ആൻസി ഓർത്തത്. അപ്പൊ ആൻസി നേരെ റോബർട്ടിനോട് പോയി പറഞ്ഞു, അവള് കണ്ടില്ലേ, അവൾ അടുക്കളയിൽ കയറി അടുക്കള ഭരണം തുടങ്ങി, അവള് രാവിലെ ചായയൊക്കെ ഇട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും റോബർട്ട് ചോദിച്ചു, നാണം ഉണ്ടോടി നിനക്ക് ഇതൊക്കെ പറയാനായിട്ട്? ലേശം ഉളുപ്പുണ്ടോ? ആ അടുക്കള കിടന്ന കിടപ്പ് കാണണമായിരുന്നു. സത്യം പറഞ്ഞാലേ ആ പെങ്കൊച്ചൻ നന്നാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്തോ പോലെ ആയിപ്പോയി. രണ്ടു പെണ്ണുങ്ങളുള്ള വീടാണോ ഇത്? എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ, ഇപ്പൊ അടുക്കള അവള് കയറി വൃത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അവളോട് സ്നേഹം അങ്ങോട്ട് ഒലിച്ചിറങ്ങുവാണോ എന്ന് ചോദിച്ചപ്പോ, സ്നേഹം ഒലിച്ചിറങ്ങിയതൊന്നും അല്ല, ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ലാലിച്ചനച്ചായന്റെ മകൾക്ക് ഈ വീട്ടിൽ കയറി വന്ന് അടുക്കള ഭരണം ഏറ്റെടുക്കാനും അടുക്കള കൈവശപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. കാരണം അവിടെ ഒരു തലമുറയ്ക്കല്ല, 2 തലമുറയ്ക്കല്ല, 3 തലമുറയ്ക്ക് കഴിയാനുള്ള വക ലാലിച്ചനച്ചായൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവളെന്തിനാ വന്ന് ഇവിടെ അടുക്കള ഭരണം നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ആൻസി ലാസ്റ്റ് അങ്ങ് പോയി കേട്ടോ. ആൻസി ലാസ്റ്റ് എന്ത് ചെയ്തു, അങ്ങ് മാറിപ്പോയി. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ആൻസി മാത്രമല്ല കേട്ടോ, ആൻസിക്കും റോബർട്ടിനും കൂടെ 2 മക്കളുണ്ട്. അപ്പൊ ആ പിള്ളേര് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, സ്കൂളിലേക്കൊക്കെ പോയ ഒരു സമയത്തായിരുന്നു നമ്മുടെ അലീന വന്നത്. അപ്പൊ ആ സമയത്തൊന്നും അലീനയെ കണ്ടില്ല. അതുപോലെ തന്നെ രാത്രിയും വൈകിട്ട് വന്നപ്പോഴും ഒന്നും അലീനയെ കണ്ടില്ല. അലീന അവിടെ ഉണ്ട് എന്നൊന്നും അറിയത്തില്ല ഈ പിള്ളേർക്ക്. ഏതായാലും ഈ പിള്ളേര് പിറ്റേ ദിവസവും അലീനനെ, അതായത് രാവിലെ എണീറ്റപ്പോഴും അലീനയെ കണ്ടില്ല. അലീന ഒരുപാട് അങ്ങോട്ട് അടുക്കാൻ, അതായത് ഇവരുടെ റൂമിനകത്ത് കയറാനോ ഇവരുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് ചകഞ്ഞന്വേഷിക്കാനോ ഒന്നും പോകുന്നില്ല. ഒരു റൂമിനകത്ത് ഒതുങ്ങി കൂടി. പിന്നെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി രാവിലെ കോഫി അവിടെ ഇട്ടിട്ട് അലീന അവിടെ പാട്ടിന് പോയി. അലീന അടുക്കള
ഭരിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആ വീട് ഭരിക്കാനോ നിന്നില്ല. ആ റൂമിൽ തന്നെ അലീന ഇരിക്കുന്നത് കൊണ്ട് ഈ പിള്ളേരെ അത് കാണാനായിട്ട് പറ്റിയില്ല. ഏതായാലും ഇതേ സമയത്ത് ആ ഒരു ദിവസത്തെ പണി മുഴുവൻ നമ്മുടെ അലീനയും കൂടെ ചെയ്യാൻ വേണ്ടി കൂടുകയാണ് കേട്ടോ അടുക്കളയിൽ കയറി. അതായത് ആൻസിയോട് അലീന പറയാണ്, ആൻസി ആന്റിക്ക് വേറെ വല്ല പണിയുണ്ടെങ്കിലും ചെയ്തോ, ഞാൻ ആൻസി ആന്റിയുടെ അമ്മയുടെ കൂടെ പണി ചെയ്തോളാന്ന് പറയാം. അപ്പൊ ആൻസിയുടെ അമ്മയും കിച്ചണിൽ നിന്ന് പണിയാണ്. അവിടെ അത്രയും പേരൊക്കെ ഉണ്ടല്ലോ, അപ്പം പാചകം ചെയ്യണമല്ലോ. അപ്പൊ അത് വെറും പാചകമല്ല, ഇറച്ചി, മീന്, അങ്ങനെയുള്ള സാധനങ്ങൾ, വറുത്തത്, പൊരിച്ചത്, ഇതൊക്കെ വേണം എപ്പോഴും. അപ്പൊ ഇതൊക്കെ ഈ കാർന്നോന്മാരുള്ള വീടുകളിൽ ചൂടാക്കി ചൂടാക്കി എടുക്കുകയും അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആൻസിയുടെ അമ്മയും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആൻസിയോട് അലീന പറഞ്ഞു, ആൻസി ആന്റി ഒരു കാര്യം ചെയ്തോ, ഞാന് പണി ചെയ്യാൻ കൂടിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ആൻസി അവിടെ വേറെ എന്തോ പുറം പണിക്കോ അങ്ങനെ കുറച്ച് പരിപാടിക്കൊക്കെ പോയി നമ്മുടെ ആൻസിയുടെ അമ്മയുടെ കൂടെ അലീനയും കൂടെ പണി ചെയ്യാൻ കൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസിയുടെ അമ്മയ്ക്ക് അലീനയോട് ഒരു ചെറിയൊരു സ്നേഹമോ എന്താ പറയാ ഒരിതൊക്കെ തോന്നുന്നുണ്ട്. കാരണം അലീന ആ വീട്ടിൽ അത്രയ്ക്കും പണി ചെയ്യുകയും അലീന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ നല്ല വൃത്തിയോടും എടുപ്പോടും കൂടി പണി ചെയ്യാൻ കൂടുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആൻസിയുടെ അമ്മയ്ക്ക് എന്താ പറയാ, പതുക്കെ പതുക്കെ അലീനയോട് സംസാരിക്കാൻ തുടങ്ങി. ഇവര് സംസാരിച്ച് പണിയെടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ആൻസിക്കും അലീനയെ ഏകദേശം ഒക്കെ മനസ്സിലായി തുടങ്ങി. അലീന അല്ല വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല, അലീന ഒരു നല്ല പെങ്കൊച്ചാണ്, അലീനയ്ക്ക് കുറച്ച് വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്, അങ്ങനെ വലിഞ്ഞു കയറി വരാൻ നോക്കുന്നവളൊന്നും അല്ല എന്ന് നമ്മുടെ ആൻസിക്ക് മനസ്സിലായി തുടങ്ങി കേട്ടോ. ഏതായാലും ആൻസിയുടെ 2 മക്കള് സ്കൂൾ വിട്ടു വന്നു. സ്കൂൾ വിട്ടു വന്നവരെ തന്നെ നമ്മുടെ അലീന അപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി ചുറ്റുവട്ടത്തൊക്കെ നടക്കുകയും പണി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആൻസിയുടെ 2 മക്കളും വന്നു. അപ്പൊ അലീനയെ കണ്ട ഉടനെ തന്നെ ഇതാരാ വല്യപ്പച്ച എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാരാന്ന് ഞാൻ പറഞ്ഞു തരാമേ എന്നൊക്കെ പറഞ്ഞിട്ട്, വല്യപ്പച്ചന് എത്ര ദിവസമായി വല്യപ്പച്ച ഞങ്ങളുടെ കൂടെ ഒന്ന് കളിച്ചിട്ട്, വല്യപ്പച്ചന് ഇവിടുന്ന് പുനലൂർക്ക് പോയിട്ട് ഞങ്ങളെ ഒന്ന് പുനലൂർക്കല്ല സോറി കൊളുത്തുപുഴയ്ക്ക് പോയിട്ട് ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ, ഞങ്ങൾ വല്യപ്പച്ചനില്ലാത്തതുകൊണ്ട് എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ വല്യപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും വല്യപ്പച്ചന്റെ മടിയിലൊക്കെ കയറി ഇരുന്ന് ഭയങ്കര വർത്താനം. 2 പിള്ളേര് നല്ല വായാടി, ഒരു ചെക്കനും ഒരു പെണ്ണാണ് കേട്ടോ നമ്മുടെ ആൻസിക്കും റോബർട്ടിനും ഉള്ളത്. അപ്പൊ 2 പേരും നന്നായിട്ട് സംസാരിക്കുന്ന പിള്ളേരാണ്. അപ്പൊ അലീന ഇവരെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് അലീന ഈ പിള്ളേർ കണ്ടതും കൈ ചൂണ്ടി കാണിക്കുക, ഇത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതാണ് അലീന ചേച്ചി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അതിലെ പെൺകുട്ടി അടുത്തേക്ക് ചെന്നിട്ട് ഇതാണോ അലീന ചേച്ചി എന്നാണോ പേര് എന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ പേര് പറഞ്ഞു, ഇങ്ങനെയാണ് എന്റെ പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ അടിപൊളി പേരാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ചെറുക്കൻ കൊച്ച് ചാടി എണീക്കുകയാണ്. അത് ഇച്ചിരി ഉരുണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ചെറുക്കൻ കൊച്ചാണ് കേട്ടോ, ഒരു ഉരുണ്ട് നല്ലൊരു തക്കുടുമുണ്ടൻ കൊച്ചാണ്. മുടിയൊക്കെ നല്ല ഫ്രണ്ടിലേക്ക് ഒരു ഒരു ചെമ്പ് കളറായിട്ട് മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് ഒരു എന്താ പറയാ ഈ മഷ്റൂം കട്ടൊക്കെ വെട്ടിയിടില്ലേ, അപ്പൊ അതുപോലെ ഒരു മിടുക്കൻ കൊച്ച്. അവന് ഓടി വന്നിട്ട്, അതെ അവളുടെ പേര് മാത്രമല്ല എന്റെ പേരും സൂപ്പറാട്ടോ, എന്റെ പേര് എന്താന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ട് പേര് പറഞ്ഞപ്പോ ഓഹോ അടിപൊളി പേരാണല്ലോ, സൂപ്പർ പേരാട്ടോ എന്ന് അലീന പറഞ്ഞപ്പോ ആണോ, അപ്പം നമ്മുടെ പെങ്കൊച്ചി ചോദിച്ചു, അപ്പൊ എന്റെ പേര് കൊള്ളില്ലേ, നിന്റെ പേര് നല്ല സുന്ദരി പേരല്ലേ, ഇവന്റെ പേര് നല്ല സൂപ്പർ പേരാ, നിന്റെ പേര് നല്ല സുന്ദരി പേരാന്ന് പറഞ്ഞ് ഈ പിള്ളേരെ ഇങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ പിള്ളേർ അലീനയായിട്ട് കൂടുതൽ കൂട്ടായി. ഏതായാലും ഈ സമയത്ത് ആൻസി വന്നിട്ട്, നിങ്ങക്ക് ചായ ഒന്നും വേണ്ട പിള്ളേരെ, വന്ന ഉടനെ കയറി ഇങ്ങ് സംസാരിക്കാൻ ഇരുന്നോന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ചായ കുടിച്ചോളാം, ഞങ്ങളുടെ ചായ അവിടെ വെച്ചേരേന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആൻസി അങ്ങ് പോയി ഇത്രയും പറഞ്ഞിട്ട്. ഏതായാലും വന്ന ഉടനെ അവിടെ കിടന്ന് യുദ്ധം ഉണ്ടാക്കുന്ന 2 പിള്ളേരാണ് ഇപ്പൊ അലീനയോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അലീനയുടെ സംസാരം കേട്ട് പിള്ളേരും ഇരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞ്. അങ്ങനെ അലീന പറഞ്ഞു, ഇത് മതിയോ, നിങ്ങൾ വന്ന ഉടനെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, അങ്ങനെയല്ലേ നല്ല കുട്ടികള്. അതെ ഞങ്ങൾ അങ്ങനെയാ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞപ്പം എന്നാ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കാലും കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഈ പിള്ളേർക്ക് കാപ്പിയൊക്കെ എടുത്തു കൊടുത്തു. ആ പിള്ളേർ കുടിക്കുന്നു, അതിനോടൊപ്പം കുറച്ചു നേരം കളിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് അലീന തന്നെ ഓരോ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഹോംവർക്ക് ഒക്കെ ചെയ്യാനുള്ളത് ചെയ്യിപ്പിക്കുന്നു. സത്യം പറഞ്ഞ ആൻസിക്ക് ആ ഒരു പടി ഒഴിഞ്ഞു കിട്ടി. ആൻസിക്ക് ഈ പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ്. അതുപോലെയാണ് ആ വീടെടുത്ത് തലയും കുത്തി വെക്കുന്ന പിള്ളേര് നമ്മുടെ അലീനയുടെ പുറകെ നടന്ന്, അലീനയും പിള്ളേരുടെ പുറകെ നടന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ആൻസിക്ക് സത്യം പറഞ്ഞാല് ഒന്ന് ഫ്രീ മൈൻഡ് ആകാൻ പറ്റി എന്നുള്ളതാണ്. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ആൻസിക്ക് എത്താൻ പറ്റി. അപ്പൊ ആൻസിക്കും ഏകദേശം കാര്യം പിടികിട്ടി. അലീനയെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. അലീന സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ നിൽക്കുന്നത് നല്ലതാണ്.
പിള്ളേർക്ക് വരെ അലീനയെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നല്ലത് നമ്മുടെ അലീനയിലുണ്ട് എന്ന് ആൻസിക്ക് വരെ മനസ്സിലായി. കാരണം എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ ഇസട്ട് വരെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ കൊട്ടാരം മറ്റത്തിൽ വേറെ രണ്ടുപേരും കൂടെ വരികയാണ്. വേറെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചനും റോബർട്ടിന്റെ കൂടെ വരിക. അപ്പൊ ഔസേപ്പച്ചനും ഈ പറയുന്ന നമ്മുടെ ഔതക്കുട്ടിയുടെ ഒരു മകനാണ്. അങ്ങനെ ഔസേപ്പച്ചൻ വന്നു. ഔസേപ്പച്ചൻ വന്നിട്ട് പിന്നെ ഒരു ഭരണമായിരുന്നു അവിടെ. ഇതെന്താണ് അപ്പച്ച ഈ കാണിക്കുന്നത്? ഇങ്ങനെ ഒരു പെണ്ണിനെ വലിഞ്ഞു കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ത് ധൈര്യത്തോടു കൂടിയാണ്? സ്റ്റാൻലിയുടെ ധൈര്യമാണോ, ലാലിച്ചന്റെ ധൈര്യമാണോ അപ്പച്ചൻ കാണിച്ചത്? ഇത് എവിടത്തെ ന്യായമാണ്? ഇത് എന്ത് സ്വഭാവമാണ്? നാണക്കേടല്ലേ? അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് മറുതയാണ് ചേനയാണെന്ന് പറയുന്നത് ഔസേപ്പച്ചൻ തുടങ്ങിയപ്പോഴത്തേക്കും നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, അവന്റെ മോളാ ഇത്. അതിപ്പം ഏത് ബന്ധത്തിലും ആയിക്കോട്ടെ, ഈ കുടുംബത്തിന്റെ ഒരു രക്തത്തിന്റെ ഒരു ഇത് തന്നെയാണ്, ഒരു ശേഷിപ്പ് തന്നെയാണ് ഇവള്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ പോലെ തന്നെ എനിക്ക് ഇവളോടും ഒരു കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട്. അതിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല ഇവളെ ഇവിടെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്നേ. നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഔതക്കുട്ടി ചോദിച്ചപ്പോ ഔസേപ്പച്ചൻ പറഞ്ഞു, എന്ത് വർത്താനോ അപ്പച്ച ഈ പറയുന്നത്? അപ്പച്ചന് കൊള്ളാവുന്ന വർത്താനമാണോ ഈ പറയുന്നത്? നമ്മുടെ കുടുംബത്തിന് ചേരുന്നതാണോ ഇതൊക്കെ? അപ്പച്ചൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ചിട്ടെടുത്ത തീരുമാനം തന്നെ ഇത്. ഇനിയിപ്പൊ ഇതാരും മാറ്റിമറിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഔതക്കുട്ടി പിന്നെ ഒന്നും പറയാതെ അവിടെ അങ്ങ് ഇരുന്നു. ഏതായാലും ഈ സമയത്ത് ഭക്ഷണമൊക്കെ വിളമ്പാൻ വേണ്ടി നമ്മുടെ ആൻസി ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്നു. അലീനയും കൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയതെങ്കിലും അലീന എന്ത് ചെയ്തു? ഈ ഭക്ഷണം ഒന്നും വിളമ്പാനായിട്ട് കൂടിയില്ല. അത് അലീനയ്ക്ക് ചേരുന്നതല്ല എന്ന് അലീനയ്ക്ക് തോന്നി. അലീന ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നിന്നതല്ലാതെ ഇത് വിളമ്പാനായിട്ടോ അല്ലെങ്കിൽ ആ ഊണുമേശയിലേക്കോ ഒന്നും എത്തിയില്ല. അലീന അവിടെ മാറി ഏതോ റൂമിൽ പോയിരുന്നു. അതും ഷെറിനുണ്ടായിരുന്നു. ഷെറിന് ഗുളികയൊക്കെ കൊടുത്ത് ഷെറിന്റെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് ആൻസി ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങിയപ്പം നമ്മുടെ ഔതക്കുട്ടി എന്ത് ചെയ്തു? നേരെ വിളിക്കുകയാണ്. വേറെ ആരെയല്ല വിളിക്കുന്നത്, അലീനെ എന്ന് വിളിച്ചു. അപ്പൊ അലീന പെട്ടെന്ന് ഓടി വന്നിട്ട് എന്താ വല്യപ്പച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ബാ മോൾ ഇവിടെ ഇരിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു, അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നിരിക്കില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്നവരുടെ മുഖമൊക്കെ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ എനിക്കുണ്ട് വല്യപ്പച്ച. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതോ ഭക്ഷണം കഴിക്കാൻ ഇവരുടെ ഒപ്പം ഇരിക്കുന്നതോ ഒന്നും ഇവരുടെ മാന്യതയെ അത് ബാധിക്കുന്നതാണെങ്കിൽ ഞാൻ എന്തിനാ ഇരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇവര് പറയട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല, ഇവരെന്നെ ഇവരുടെ ബന്ധുവായിട്ട് സ്വീകരിക്കും, അംഗീകരിക്കും എന്നൊക്കെ ഇവര് പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വല്യപ്പച്ചൻ ഔസേപ്പിനെ ഒന്ന് നോക്കി. അപ്പൊ ഔസേപ്പാണെങ്കിൽ പിന്നെ ഇവളെ ഇവിടെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാനും ഇവക്ക് കോരിയിട്ട് കൊടുക്കാനും ഉണ്ണാനും ഊട്ടാനും ഉറക്കാനും ഒന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലും അഭീതത്തിലുണ്ടായ ഒരു പെണ്ണിനെ, അനാഥയായിട്ട് തെണ്ടി നടന്ന ഒരു പെണ്ണിനെയും ഈ വീട്ടിൽ കയറി ഇവിടത്തെ ഊണുമേശയിലിരുന്ന് തീറ്റിക്കുമ്പോ അല്ലെങ്കിൽ കഴിപ്പിക്കുമ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ തീൻമേശയിലിരുന്ന് കഴിക്കുന്ന എന്താ ഇത്ര ഇത്? അങ്ങനെ കഴിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഞങ്ങൾക്കുണ്ടോ? അത്രയ്ക്ക് വിലയില്ലാത്തവരാണോ ഞങ്ങള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചു, അല്ല ഈ വിലയും നിലയും ഒക്കെ നിങ്ങളാണോ പറയേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളാണോ ഒരു വിലയും നിലയും ഒക്കെ ഇടേണ്ടത്? പിന്നെ ഒരു കാര്യം പറഞ്ഞില്ലേ, അനാഥ കുഞ്ഞുങ്ങള്, അതുപോലെ അനാഥാലയത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങള്, ഇവരൊക്കെ തെറ്റുകാരാണോ? ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടാണോ അനാഥരാകുന്നത്? ഇവര് തെറ്റ് ചെയ്തിട്ടല്ല, ഇവരുടെ ബന്ധുക്കള്, ഇവരുടെ ബന്ധക്കാര്, സ്വന്തക്കാര്, അപ്പനമ്മ ഇവരൊക്കെ തെറ്റ് ചെയ്തിട്ടാ ഈ മക്കളൊക്കെ അനാഥരായി പോകുന്നത്. അല്ലാതെ ഒരിക്കലും അവര് തെറ്റ് ചെയ്തിട്ടല്ല അവർ അനാഥരാകുന്നത്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ഒരു വലിയ നേരെ തന്നെ അവിടെ ഇട്ടു. മാത്രമല്ല, എനിക്ക് ഈ ഭക്ഷണത്തിനേക്കാളും രുചി ഞാൻ അനാഥാലയത്തിൽ കഴിച്ച ആ ഭിക്ഷപാത്രത്തിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിനുണ്ടായിരുന്നു. അത്രയും രുചി എനിക്ക് ഒരു വീട്ടിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ഭക്ഷണത്തിൽ നിന്നും എടുത്ത് കൈയിട്ട് വാരി കഴിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അന്നത്തിനോട് കാണിക്കുന്ന നന്ദിയാണ്. പിന്നെ നന്ദികേടും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അലീന അതേപടി അവിടുന്ന് പോയി കേട്ടോ. നമ്മുടെ ഔസേപ്പ് റോബർട്ടൊക്കെ ഇരുന്ന് ഉരുകിപ്പോയി ഇത് കേട്ടത്. ഒന്നും പറയാനില്ല. ദേഷ്യം വന്നിട്ട് നമ്മുടെ ഔതക്കുട്ടി ചായനും കസേര ഒരൊറ്റ വലി വലിച്ചിട്ട് ഭക്ഷണപാത്രം എടുത്തോണ്ട് നേരെ അടുക്കളയിലേക്ക് പോയപ്പോ അലീന അവിടെ പോയിരുന്ന് കഴിക്കാണ് കേട്ടോ. അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം ഇങ്ങനെ വാരി കഴിക്കുന്നു. നമ്മുടെ ഔതക്കുട്ടിക്ക് അങ്ങ് സങ്കടമായി പോയിട്ട് ഔതക്കുട്ടി ചോദിച്ചു, മോൾ എന്തായി കാണിക്കുന്നത്? ഇവിടെ വന്നിരുന്ന് കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മോളൊരു കാര്യം ചെയ്യ്, മോള് ആ ഒരു സ്ലാവിന്റെ പുറത്ത് വെച്ച് വല്ലതും കഴിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും
ഏയ് ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് കൊണ്ട് എന്താ വല്യപ്പച്ച കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഔതക്കുട്ടി നിലത്ത് വന്നിരിക്കാൻ തുടങ്ങി. പറഞ്ഞു വേണ്ട വേണ്ട, വല്യപ്പച്ചൻ ഇവിടെ ഇരിക്കണ്ട, വല്യപ്പച്ചൻ അവിടെ ടേബിളിൽ പോയി ഇരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു കസേര എടുത്ത് വെച്ചിട്ട് വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ സ്ലാവിൽ വെച്ച് കഴിക്കാൻ പറഞ്ഞപ്പം നമ്മുടെ ഔതക്കുട്ടി പറഞ്ഞു വേണ്ട, എന്റെ മോളി നിലത്തിരുന്ന് കഴിക്കുമ്പം എനിക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ അലീനയും ഔതക്കുട്ടിയും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഔതക്കുട്ടിയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പം ചോദിക്കുമ്പം നമ്മുടെ ഔതക്കുട്ടിക്ക് മറുപടി ഇല്ലാതായി പോവുകയാണ്. കാരണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ വല്യപ്പച്ച? ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും കൂടെ ചേർന്നല്ലേ എന്നെ അനാഥയാക്കിയത്. നിങ്ങൾ എല്ലാവരും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ വീട്ടുമുറ്റത്ത് ഓടി കളിക്കേണ്ട എല്ലാ കൊച്ചുമക്കളെ പോലെയും എല്ലാ സൗകര്യങ്ങളും അവകാശങ്ങളും കിട്ടി ജീവിക്കേണ്ടവളല്ലായിരുന്നോ ഞാന് എന്ന ഓരോ ചോദ്യത്തിന് മുന്നിലും നമ്മുടെ ഔതക്കുട്ടി ചുക്കി ചുളുങ്ങി ഇരുന്ന് കണ്ണീരോടുകൂടി ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മള് എല്ലാ ദിവസവും അപ്കമിങ് വിശേഷം ഇടാറുണ്ട്. ചിലപ്പം ഒരു ദിവസം ഇടവിട്ടാണ് ഇടാറുള്ളത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഡെയിലി ഇടുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് കാണുന്നില്ല. നമ്മൾ ഈ ഒന്ന് ഇടവിട്ട് ഇടുമ്പോഴാണ് മിക്കവരും തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കയറി കാണുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില ദിവസങ്ങളിൽ ഒന്ന് ഇടവിട്ട് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.